ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുന്ന കണക്കൊന്നും റീഡിങ് കോംപ്രിഹെൻഷൻ ഇല്ല. ആദ്യത്തെ പാസേജും അവസാനത്തെ പാസേജും നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ നിങ്ങൾക്കറിയാം, ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ കുറേ നാളായിട്ട് ക്ലാസ്സുകൾ ഗോയിങ് ആയിട്ടിരിക്കുന്നത്. അതിൽ എസ്സേ നമ്മൾ ഒരുവിധം ഒരു ഷെൽഫിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റുഡൻസിനോടാണ് റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ ലേറ്റായിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് മാർക്ക് ഡിവിഷൻ വെച്ച് നോക്കുമ്പോൾ എസ്സേക്കാണ് കൂടുതൽ മാർക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാം, 60 മാർക്കിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് 30 മാർക്സ്, അതായത് ആ ഒരു ലയൺ പാർട്ട് കൊണ്ടുപോകുന്നത് എസ്സേ ആണ്. സോ നമ്മൾ ആ ഒരു ജേർണിയിൽ ആദ്യം നമ്മൾ എസ്സേ ഒന്ന് സുരക്ഷിതമാക്കി വെച്ചു. ശേഷമാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിലോട്ട് നമ്മൾ പോകുന്നത്. എഗൈൻ ഞാൻ എപ്പോഴും പറയുന്നു, എങ്കിലും എടുത്തു പറയുന്ന ഒരു കാര്യം, 30 മാർക്കിനാണ് നമുക്ക് എസ്സേ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് RCയും പ്രിസിയും ആണ്. പ്രിസിക്ക് 10 മാർക്ക് കൊടുത്താൽ ബാക്കി 20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തന്നിരിക്കും, ആ പാസേജിൽ നിന്ന് വരുന്ന 10 ക്വസ്റ്റ്യൻസിന് 20 മാർക്ക് എന്നുള്ള രീതിയിലാണ് റീഡിങ് കോംപ്രിഹെൻഷന്റെ സ്കോറിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, എസ്സേ നിങ്ങൾക്കൊരു 30 മാർക്കിന് ഒരു എബൌട്ട് 20-25 നിയർ 25 ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ റെഡി ആക്കുന്നുണ്ട്. ഏറ്റവും മിനിമൽ ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതിന് മുകളിൽ വാങ്ങുന്ന ഒരുപാട് നല്ല പേപ്പേഴ്സ് നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ RCയുടെ 20 മാർക്കും കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ശരിക്കും നമ്മുടെ റാങ്ക്, ജോലി എന്നുള്ള സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി RC എന്താണ്, ബിഗിനർ ലെവൽ RC എങ്ങനെ എഴുതണം, അതായത് ബിഗിനർ ലെവൽ RC എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റീഡിങ് കോംപ്രിഹെൻഷൻ അഥവാ RC എന്ന് പറയുന്നത് ഏത് നല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് കുറച്ച് ഹയർ സ്ട്രാറ്റ ഉള്ള ഏതൊരു എക്സാമിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പം നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക എന്നതിനപ്പുറത്തേക്ക് വായിക്കുക എന്നതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ആ 2 പാർട്ടും റെഡി ആകുമ്പോൾ മാത്രമേ നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ നന്നായിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലരും കോംപ്രിഹെൻഡ് ചെയ്യാൻ, അതായത് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പം ആ റീഡിങ് പാർട്ട് മിസ്സാവുന്നുണ്ട്. അത് ശരിക്കും ആ ഒരു നമ്മൾ എഴുതുന്ന ഒരു ആൻസറിന്റെ കംപ്ലീഷനെ ബാധിക്കും. നിങ്ങൾക്കറിയാം, 3 ലൈനിൽ കൂടുതൽ ആൻസർ വേണ്ട. ഒരു ക്വസ്റ്റ്യന് 3 ലൈനാണ് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ആ ഒരു ലിമിറ്റായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു 3 ലൈൻസിൽ ഏറ്റവും ഭംഗിയായിട്ട് ആൻസർ എഴുതണമെങ്കിൽ നമ്മുടെ റീഡിങ് പാർട്ടും കുറച്ച് എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഇപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഒരു ബേസ് ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പലതരത്തിലുള്ള RC ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. വളരെ ഷോർട്ടായിട്ടുള്ളതുണ്ട്, മീഡിയം ലെങ്ത് ഉള്ളതുണ്ട്, വെരി ലോങ്ങും ഉണ്ട്. ഇതിൽ വെരി ഷോർട്ടും വെരി ലോങ്ങും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു മീഡിയം ലെങ്ത് ഉള്ള ഒരു പാസേജ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ആ ഒരു പാസേജ് നോക്കാം. അപ്പം നിങ്ങൾക്കറിയാം, 20 മാർക്കിനാണ് നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻ എഴുതുന്നത്. അതായത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അങ്ങനെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു പാസേജ് ഒന്ന് നോക്കാം. പാസേജ് ഇപ്പം ഞാനിത് കംപ്ലീറ്റ് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ല, നിങ്ങളെപ്പോലെ തന്നെ ഈ പാസേജ് എക്സാം ഹാളിൽ വെച്ചാണ് നമ്മളും കാണുന്നത്. അപ്പം അതിൽ നിന്ന്, അപ്പം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു പാസേജിൽ നിന്ന് നമുക്ക് എന്തുമാത്രം മേക്ക് ചെയ്യാം, എന്തുമാത്രം നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ഇപ്പം നമുക്കിവിടെ നോർത്ത് അമേരിക്കൻസിന്റെ കഥയും അമേരിക്കൻ ഇന്ത്യൻസിന്റെ കഥയും ഒക്കെ പറയാം, അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. 20 മാർക്സിന്റെ പരീക്ഷ, ആ ഒരു 20 മാർക്കിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാം, എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം, അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, നമ്മൾ ആദ്യം പാസേജ് കാണുന്നു. It is unfortunate fact that most North Americans know little about American Indian culture and history. അപ്പം നിങ്ങൾ ആദ്യം ഈ ഒരു പാസേജ് എങ്ങനെ വായിക്കണമെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ് വായിക്കണം. ദെൻ ഇമീഡിയറ്റ്ലി നിങ്ങൾ പോയി ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കണം. എന്തു പറഞ്ഞേ? ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കണം. മീഡിയം ലോങ് പാസേജസിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക, നന്നായിട്ട് വായിക്കുക, ലാസ്റ്റ് പാരഗ്രാഫും വായിക്കുക. ദെൻ നിങ്ങൾ പോയി ക്വസ്റ്റ്യൻസ് നോക്കുക.
ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യത്തെ പാസേജും അവസാനത്തെ പാസേജും വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പാസേജിന്റെ ഒരു സ്റ്റൈൽ, എന്താണ് അതിൽ പറയുന്ന കാര്യമെന്ന് നിങ്ങൾക്ക് മിനിമം ബോധം കിട്ടും. ദെൻ നിങ്ങൾ പോയി ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ കീ ടേംസിനെ പിക്ക് ചെയ്യണം. അതായത് ഏതൊക്കെ കീ ടേംസ് ആണ് ചോദിച്ചേക്കുന്നത്, ആ കീ ടേംസുമായിട്ട് വന്നിട്ട് വേണം നിങ്ങൾ ശരിക്കും ഈ പാസേജിനെ കംപ്ലീറ്റ് വായിക്കാൻ. അപ്പം ആ ഒരു അവസാനത്തെ വായന കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാസേജസ് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. ക്വസ്റ്റ്യൻസിൽ നിന്ന് കീവേഡ്സ് സെലക്ട് ചെയ്യുക. ആ കീവേഡ്സുമായിട്ട് തിരിച്ചു വന്നതിന് ശേഷം പാസേജ് കംപ്ലീറ്റ് വായിക്കുക. ആ വായനയാണ് ഡെപ്തിലുള്ള വായന ആവേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാര്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യാം പാസേജിന്. It is unfortunate fact that most North Americans know little about American Indian culture. അപ്പോൾ ഒരു പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നോർത്ത് അമേരിക്കക്കാർക്ക് പലർക്കും അമേരിക്കൻ ഇന്ത്യൻ കൾച്ചറിനെ പറ്റി വലിയ കാര്യങ്ങളായിട്ട് അറിയത്തില്ല. അമേരിക്കൻ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയോ അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയോ വലിയ കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറയുന്നു. നോർത്ത് അമേരിക്കൻസിന് അറിയത്തില്ലെന്ന് പറയുന്നു. സ്കോളേഴ്സ് ഹാവ് സ്റ്റഡീഡ് സച്ച് മാറ്റേഴ്സ്. അപ്പം പല വിദഗ്ധരും അല്ലെങ്കിൽ പല വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ബട്ട് ദേ ഹാവ് നോട്ട് സക്സീഡഡ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ് ദെയർ കൺക്ലൂഷൻസ് വൈഡ്ലി. അപ്പം അവർ ഇതിനെപ്പറ്റി പലതും പഠിച്ചിട്ട് അവർക്ക് പല കൺക്ലൂഷൻസും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ഇന്ത്യൻ കൾച്ചറിനെ പറ്റി ഇവർക്ക് വലിയതായിട്ട് അറിയാത്തത് എന്നതിനെ പറ്റി ഇവർക്ക് കുറച്ച് കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കൺക്ലൂഷൻ എല്ലാവരിലോട്ടും ഒന്നും ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ എല്ലാവരിലും ഒന്നും ഇവർ എത്തിച്ചിട്ടില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് എല്ലാവരോടും ഇവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ദസ് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് വൈഡ്ലി നോൺ ദാറ്റ്. അപ്പം ഇപ്പോഴും ആർക്കും അറിയത്തില്ല അമേരിക്കൻ ഇന്ത്യൻസ് ഹാവ് എപ്പിക്സ്. ഇപ്പോഴും നമുക്കറിയത്തില്ല അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തുണ്ട്, എപ്പിക്സ് ഉണ്ട്. അവരുടേതായ ഇതിഹാസങ്ങളുണ്ട്. അവർ പണ്ട് തൊട്ടേ പല പ്ലേസും പെർഫോം ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻസ് വരുന്നതിന് മുൻപ് തന്നെ അവർ പ്ലേസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അവർ പൊളിറ്റിക്സ് നടത്തിയിട്ടുണ്ട്, ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ഈ ഒരു പാസേജ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ RCയുടെ ആ ഒരു ബേസ് ക്ലാസ് പോകുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് നമ്മൾ ലെങ്തി ആയിട്ട് പറയുന്നത്. നമ്മൾ ആദ്യത്തെ പാസേജ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് നോർത്ത് അമേരിക്കക്കാർക്ക് പലർക്കും അമേരിക്കൻ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയോ അവരുടെ ഹിസ്റ്ററിയെ പറ്റിയോ വലിയ ബോധ്യമില്ല. ഇതിനെപ്പറ്റി പല സ്കോളേഴ്സും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കൺക്ലൂഷൻസ് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ ഇന്ത്യൻസിന് എപ്പിക്സ് ഉണ്ടെന്നോ അവർക്ക് ഒരുപാട് നല്ല ഡ്രാമാസ് ഉണ്ടെന്നോ യൂറോപ്യൻസ് വരുന്നതിന് മുൻപേ തന്നെ അവർക്ക് പ്ലേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടെന്നോ അവർ ട്രേഡ് നടത്തിയിട്ടുണ്ടെന്നോ ആർക്കും അറിയത്തില്ല. സോ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് പാരഗ്രാഫ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഐഡിയലി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പാസേജ് ഒന്ന് കാണുന്നു, ദെൻ നമ്മൾ പോയി ഏറ്റവും ലാസ്റ്റത്തെ പാസേജ് കാണാനാണ് നമ്മൾ പോകുന്നത്. സോ ക്വസ്റ്റ്യന് തൊട്ട് മുമ്പത്തുള്ള പാസേജിലോട്ട് നമ്മൾ പോയി. ഇവിടെ ബ്രെയിൻസ്മാൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹി സജസ്റ്റ് ആൻ അഡീഷണൽ എക്സ്പ്ലനേഷൻ. ട്രൈബൽ പോയട്രി ഓറൽ ആണ്. യൂറോപ്യൻസ് നോക്കി, ട്രൈബൽ പോയട്രി ഈസ് ഓറൽ വേറസ് യൂറോപ്യൻസ് അറൈവ്ഡ് ഇൻ ദി ന്യൂ വേൾഡ് വിത്ത് എ ഡീപ്ലി ഇൻഗ്രെയിൻഡ് ബിലീഫ് ഇൻ ദി പ്രൈമസി ഓഫ് ദി റിട്ടൺ വേൾഡ്. ഓക്കെ, എന്താ പറയുന്നത്? അപ്പം ഏതോ ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു, നമ്മൾ പറഞ്ഞല്ലോ പല സ്കോളേഴ്സിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രൈബൽ പോയട്രി, മേ ബി നമ്മൾ പറഞ്ഞ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ ആയിരിക്കും. അവരുടെ ട്രൈബൽ പോയട്രി കൂടുതൽ ഓറലായിരുന്നു, അതായത് വാമൊഴിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ യൂറോപ്യൻസ് വന്നത് റിട്ടൺ വേർഡ്, എഴുതപ്പെട്ട, അതായത് അവർ കുറച്ചുകൂടെ എഴുതുന്ന ടൈപ്പ് ഓഫ് പോയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് വന്നത്. റിട്ടൺ വേർഡ്, എഴുതുന്ന ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് വന്നത്. പക്ഷേ ബേസിക്കലി എന്താണ്, അപ്പോൾ റിട്ടൺ വേർഡിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് യൂറോപ്യൻസ് വന്നത്. പക്ഷേ ബേസിക്കലി എന്താണ്, നമ്മുടെ ആ ഒരു പഴയ ട്രൈബൽ പോയട്രി ഓറൽ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടായിട്ട് യൂറോപ്യൻ സെറ്റിൽസ് ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് poetry could exist without written text, and thus that the American Indians have achieved something parallel to what Europeans called literature long before Europeans arrived. Okay,
അപ്പൊ അവരെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഈ വാമൊഴിയായിട്ടൊക്കെ ലിറ്ററേച്ചർ നിൽക്കുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. As a consequence, Europeans did not fully respond to the rich vitality of American Indian poetry. അതുകൊണ്ട് തന്നെ അവരുടെ ഓറലായിട്ട് പറഞ്ഞു പ്രചരിച്ചു കൊണ്ടേയിരുന്ന ആ ഒരു വലിയ അവരുടെ ഒരു അസറ്റ് ആയിരുന്ന ആ ഒരു ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷനെ ആരും മൈൻഡ് ചെയ്തില്ല, യൂറോപ്യൻസ് മൈൻഡ് ചെയ്തില്ല. നോക്കിയേ, ഒന്നുമില്ല, നമ്മൾ പാസേജ് കണ്ടു. പാസേജിന്റെ ഓപ്പണിങ്ങിൽ യൂറോപ്യൻസ് വരുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ ഇന്ത്യൻസിന് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർക്ക് എപ്പിക് ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനെപ്പറ്റി ആർക്കും അറിയില്ല എന്ന് പറയുന്നു. പിന്നെ നമ്മൾ വന്നത് ലാസ്റ്റ് പാരഗ്രാഫിലാണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു സ്കോളറിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വാമൊഴിയായിട്ട് തന്നെ ഇവർക്ക് ഭയങ്കര ട്രൈബൽ ഒരു ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, പക്ഷെ അത് യൂറോപ്യൻസിന് അംഗീകരിക്കാൻ പറ്റിയില്ല. കാര്യം അവർ റിട്ടൺ ആയിട്ടുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് പറയുന്നു. ദെൻ അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല, അവരുടെ നേരെ കണ്ണടച്ചു, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഈ പാസേജിന്റെ ഒരു തീം എന്താണ്, അതിന്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലായി കാണും. കൂടുതൽ അമേരിക്കൻ ഇന്ത്യൻസിന്റെ ആ ഒരു കൾച്ചറിനെയും യൂറോപ്പുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇത്രയും നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം. പാസേജ് അങ്ങോട്ട് കൈ കിട്ടുമ്പോഴേ, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്രിന്റ് ഔട്ട് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയം എടുക്കത്തില്ലായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലായി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് കീവേഡ്സ് ലൊക്കേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നോക്കിയേ, 10 ക്വസ്റ്റ്യൻസ് കാണും. ഇവിടെ ഞാനൊരു മോഡലായിട്ട് 3-4 എണ്ണം ഇട്ടിട്ടുള്ളൂ. വാട്ട് ആർ ദി ഫോംസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ ഇന്ത്യൻ മിംഗിൾഡ് കൾച്ചർ? നോക്കിയേ, അമേരിക്കൻ ഇന്ത്യൻസ് ഏത് തരത്തിലാണ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉള്ളത്? ഇപ്പം നമ്മുടെ ഫസ്റ്റ് കീവേഡ് ആണ്. അവർ ഏതൊക്കെ തരത്തിലാണ് എഴുതിയത് അല്ലെങ്കിൽ ആർട്ട് എക്സ്പ്രസ് ചെയ്തത്? പാസേജിൽ കാണും. ഓക്കെ, അവർ ഏതൊക്കെ തരത്തിലാണ് ആർട്ട് എക്സ്പ്രസ് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന കീവേഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു റാംസേയുടെ കാര്യം പറയുന്നുണ്ട്. വാട്ട് മേക്സ് അമേരിക്കൻ ഇന്ത്യൻ പോയട്രി സോ സ്പെഷ്യൽ? സോ ഇദ്ദേഹം ഈ നമ്മുടെ അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയെ പറ്റി പറയുന്ന ഒരു ഭാഗം നമ്മുടെ പാസേജിൽ കാണും. അപ്പം ആ ഭാഗത്ത് എന്താണ് ആ അമേരിക്കൻ ഇന്ത്യൻ പോയട്രി ഇത്ര സ്പെഷ്യൽ ആക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പം നമ്മൾ എഗൈൻ നമ്മൾ ആ ഒരു കീവേഡ് ലൊക്കേറ്റ് ചെയ്തു. അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയെ സ്പെഷ്യൽ ആക്കുന്ന എന്തോ ഒരു കാര്യം പാസേജിലുണ്ട്, അത് കണ്ടുപിടിക്കണം. റാംസെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് കീവേഡ് ലൊക്കേറ്റ് ചെയ്തു. തേർഡ്, അക്കോർഡിംഗ് ടു കെനത്ത് ലിങ്കൺ, വൈ അമേരിക്കൻ ഇന്ത്യൻ പോയംസ് ആർ നോട്ട് ഗെയിനിങ് മച്ച് അറ്റൻഷൻ? എന്തുകൊണ്ടാ ഇത്ര റിച്ച് ആയിട്ടും ഇവരുടെ പോയംസ് ഒരുപാട് അറ്റൻഷനിലോട്ട് എത്താത്തത്? അപ്പം അടുത്ത റൈറ്റർ പറയുന്നുണ്ട്, പിന്നെ അവരുടെ പോയംസ് എന്തുകൊണ്ട് അറ്റൻഷൻ അച്ചീവ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, അപ്പം എന്തുകൊണ്ട് പോയംസ് അച്ചീവ് ചെയ്യുന്നില്ല? അപ്പം നമ്മൾ 3 കീവേഡ്സ് ലൊക്കേറ്റ് ചെയ്തേ. ദെൻ അദ്ദേഹത്തിന് തന്നെ ബിലീഫാണ് ചോദിച്ചേക്കുന്നത്. ഈ അമേരിക്കയിലുള്ള യൂറോപ്യൻ സെറ്റിലേഴ്സിന്റെ ബിലീഫ് എന്തുവാണെന്ന്. ആരുടെയാണ്? യൂറോപ്യൻ സെറ്റിലേഴ്സ് ഓഫ് അമേരിക്കയുടെ ബിലീഫ് എന്താണെന്നാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് കീവേഡ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുന്ന കണക്കൊന്നും റീഡിങ് കോംപ്രിഹെൻഷൻ ഇല്ല. ആദ്യത്തെ പാസേജും അവസാനത്തെ പാസേജും നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് പോയംസ് ഒരുപാട് അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അമേരിക്കൻ ഇന്ത്യൻ പോയട്രി എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആവുന്നതെന്ന് കണ്ടുപിടിക്കണം. ദെൻ എന്തൊക്കെയാണ് ഏറ്റവും ഇവരെങ്ങനെയാണ് ആർട്ട് എക്സ്പ്രസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ഇത്രയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളൂ. സോ നമ്മൾ ഇതുമായിട്ട് എവിടെ പോകണം? തിരിച്ച് പാസേജിലോട്ട് പോകണം. പാസേജ് നമ്മൾ റീവിസിറ്റ് ചെയ്യണം. കീവേഡ്സ് എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്ത് അത് അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ആൻസർ. പിന്നെ അത് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പം റീഡിങ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. RCയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ RC ആ ഒരു എക്സാമിന് 1 or 2 months മുമ്പ് ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞ് നിന്നത്. ബിക്കോസ് അത് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഒരു സ്കില്ല് നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ essay അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് essay നിങ്ങൾ കുറേ പഠിച്ചതിന് ശേഷം മാത്രം RC ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ഓൾട്ടർനേറ്റ് ചെയ്ത് തുടങ്ങാം. ബിക്കോസ് നമ്മൾ എക്സാം അടുക്കുകയാണ്. സോ അതിൻ്റെ കാര്യങ്ങളും ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ചുവടെ നിങ്ങളോട് പറയാം. നോക്കി, സോ നമ്മൾ പാസേജിലോട്ട് വന്നു. യൂറോപ്യൻസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ
അമേരിക്കൻ ഇന്ത്യൻ കൾച്ചർ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് പറയുന്നു. മൂവിങ് ടു നെക്സ്റ്റ് പാസേജ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, കീവേഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വൺ വേ ടു ഗെയിൻ എ ഫുള്ളർ അപ്രീസിയേഷൻ ഓഫ് ദിസ് റിച്ച് കൾച്ചർ ഈസ് ടു എക്സാമിൻ അമേരിക്കൻ ഇന്ത്യൻ പോയട്രി. സോ അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയെ പറ്റിയാണ് പറയുന്നത്. ഫോർ പോയട്രി ഈസ് ഇൻ ഓൾ കൾച്ചേഴ്സ് ദ മോസ്റ്റ് സെൻട്രൽ. അല്ലെ, ഏത് കൾച്ചർ എടുത്താലും പോയട്രി ഏത് ലാംഗ്വേജിലും ഏത് കൾച്ചറിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആർട്ടിക്കുലേറ്റ് ഓഫ് ദി ആർട്സ്. ആർട്സിൽ ഏറ്റവും വലുതുമാണ്, ഏറ്റവും ജീവസുറ്റതുമാണ്. ഇറ്റ് ഈസ് സ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സ്റ്റഡി അമേരിക്കൻ ഇന്ത്യൻ പോയട്രി as the poetry can create a context that gives cohesive expression to the craft, the artifacts and the isolated fact that many Americans have managed to notice willy-nilly. വലിയ കാര്യമല്ലാതെ പല അമേരിക്കൻസും ശ്രദ്ധിക്കാതെ, വലിയ എഫേർട്ട് എടുത്ത് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും പോയത്തിൽ വരും. ഏത് കൾച്ചർ ആയാലും വരുമല്ലോ, പോയത്തിൽ വരും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കീവേഡ്സ് ഒന്നും കാണുന്നില്ല ഇവിടെ. Even a survey of American Indian poetry reveals a range of poetic thought and technique that defies easy generalization. Then നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട ഒരു കീവേഡ് ഉള്ള ഒരാൾ വരുന്നു. റാംസെ പറയുന്നത് Hazard's a summary, however, which serves at least to give the uninitiated ആയിട്ടുള്ള reader some sense of what American Indian poetry is like. അദ്ദേഹം പറയുന്നത് overall he writes it represent an oral, അതുപോലെ തന്നെ ട്രഡീഷണൽ അനോണിമസ് ആർട്ട് ഫോം ആണ്. പോയട്രി എന്ന് പറയുന്നത് നമുക്കൊന്ന് വരയിട്ട് വെക്കാൻ നമുക്ക് ആവശ്യം വരും. ആൻഡ് ഓറൽ, ട്രഡീഷണൽ ആൻഡ് അനോണിമസ് ആർട്ട് ഫോം ആണ് എന്ത്, അമേരിക്കൻ ഇന്ത്യൻസിന്റെ പോയത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് ഓറലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്, ട്രഡീഷണൽ ആണ്. അതുപോലെ തന്നെ അനോണിമസ് ആയിട്ടുള്ള ആർട്ട് ഫോം. ആരാ പറഞ്ഞതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ പല വാമൊഴി പാട്ടുകളും ആരാണ് പറഞ്ഞതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. Whose approach is to emphasize the mythic and sacred components of reality. റിയാലിറ്റിയുടെ ആ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സേക്രഡ് ആയിട്ടുള്ള വളരെ എന്താ സേക്രഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ പവിത്രമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു പാടി നടക്കുന്ന പാട്ടുകളെ പറ്റിയാണ് പറയുന്നത്. വായിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ആ ഒരു കീവേഡ്സ് ഒന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഇദ്ദേഹത്തെ നമ്മൾ കണ്ടു. മൂവിങ് ഓൺ. ഇറ്റ് ഫ്ലറിഷ്ഡ് ത്രൂ പബ്ലിക് പെർഫോമൻസ്. നോക്കിയേ, എന്ത് പബ്ലിക് പെർഫോമൻസിലൂടെ ഫ്ലറിഷ് ചെയ്തെന്നാണ് പറയുന്നത്? പോയട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് റാംസെ പറഞ്ഞത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ കാണുന്നത്. പോയട്രി എങ്ങനെ സ്പ്രെഡ് ചെയ്തു? പബ്ലിക് പെർഫോമൻസിൽ കൂടെ. ആരാ പറഞ്ഞതെന്ന് അറിയത്തില്ല, എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല, ഒറിജിൻ അറിയത്തില്ല, പക്ഷേ സേക്രഡ് ആണ്, മിസ്റ്റിക് ആണ്. ആൻഡ് ഇറ്റ് ഫ്ലറിഷ്ഡ് ത്രൂ പബ്ലിക് പെർഫോമൻസ്. നമ്മുടെ ഫസ്റ്റ് ആൻസറാണ്. പബ്ലിക് പെർഫോമൻസിൽ കൂടാണ് എന്ത് ചെയ്തത്? ഇത് ഫ്ലറിഷ് ചെയ്തത്. സോ പബ്ലിക് പെർഫോമൻസ് എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കണം നിങ്ങൾ ആൻസറിലോട്ട് എഴുതേണ്ടത്. അതിൻ്റെ കൂടെ തൊട്ട് മുമ്പ് കണ്ട എന്ത് കാര്യവും നിങ്ങൾക്ക് അഡീഷണൽ എഴുതാം. 3 സെന്റൻസിലോട്ട് നിങ്ങൾക്ക് ആൻസറിനെ കൊണ്ടുവരാം. മനസ്സിലാവുന്നുണ്ടോ? അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് എവിടെ കൂടാണ് ഫ്ലറിഷ് ചെയ്തത്? പബ്ലിക് പെർഫോമൻസിൽ, ആൾക്കാരുടെ ഫ്രണ്ടിൽ, നമ്മുടെ തെയ്യം പോലെ ഒക്കെ പെർഫോം ചെയ്താണ് അത് എന്താവുന്നത്, അത് ഫ്ലറിഷ് ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വരുന്നുണ്ട്. ബൈ സ്കിൽഡ്, നന്നായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ല ആൾക്കാരുടെ പബ്ലിക് പെർഫോമൻസ് മൂലമാണ് അമേരിക്കൻ ഇന്ത്യൻ പോയട്രി സ്പ്രെഡ് ആവുന്നത്. ഹൂസ് ഓഡിയൻസസ് ഓൾറെഡി ന്യൂ ദ ഇൻഡിവിജ്വൽ സ്റ്റോറീസ്. കേൾക്കുന്നവർക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പൊ ചന്തുവിന്റെ കഥ അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയുടെ കഥ നമ്മൾ കേൾക്കുമ്പോൾ വി ഓൾറെഡി നോ ദി ഇൻഡിവിജ്വൽ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ അത്തരത്തിലുള്ള പബ്ലിക് പെർഫോമൻസിൽ കൂടിയാണ് ഇത് ഇത്ര സ്പ്രെഡ് ആയത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ആൻസർ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. Then and valued the performers for their ability to exploit their material dramatically and to combine them their stories. നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവരുടെ കപ്പാസിറ്റിയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത്രയും കിട്ടി. ബിക്കോസ് ദിസ് പോയട്രി ബിലോങ്സ് ടു ഹൈലി എത്നോസെൻട്രിക് ട്രൈബൽ പീപ്പിൾസ്. അല്ലേ, സ്വന്തം അവരുടെ ആ ഒരു അസ്തിത്വത്തിൻ്റെ ആണ് ഈ വരുന്ന പോയട്രിയൊക്കെ. ട്രൈബൽ പീപ്പിൾസിൻ്റെ അസ്തിത്വമാണ്. ഹൂസ് കൾച്ചേഴ്സ്, അവരുടെ കൾച്ചറിനെ പറ്റിയാണ് പറയുന്നത്. വി സ്റ്റിൽ ഡു നോട്ട് നോ മച്ച് അബൌട്ട്. നമുക്ക് ഇപ്പോഴും അവരുടെ കൾച്ചറിനെ പറ്റി ഒരുപാട് കാര്യം അറിയത്തില്ല. ഇറ്റ് ഈസ് ലൈക്ലി ടു സീം ഓൾ ദി മോർ ടേഴ്സ് എന്ന് പറഞ്ഞാൽ കഠിനം, ഇച്ചിരി ടഫാണ്. ഈവൻ ക്രിപ്റ്റിക്, കുറച്ച് മിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ജീവിതത്തെ പറ്റി നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള
പെർഫോമൻസസ്. ആര് പറഞ്ഞു? അവിടെ നിന്നാണ് നമ്മൾ കീവേഡ് ലൊക്കേറ്റ് ചെയ്തത്. അദ്ദേഹത്തെ നമ്മൾ പോയി ക്വസ്റ്റ്യനിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം വരുന്ന ഭാഗത്തെ എന്ത് ചെയ്തത്, നന്നായിട്ട് വായിച്ചത്. മൂവിങ് ഓൺ, പോട്ടെ അങ്ങോട്ട്. യാതൊരു ടെൻഷനും റീഡിങ് കോംപ്രിഹെൻഷൻ്റെ കാര്യത്തിൽ വേണ്ട. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. 20 RC ആണ് നമ്മുടെ ഒരു മനസ്സിൽ. 10 RC നിങ്ങൾക്ക് മിനിമം ചെയ്തു തരും. 10 RC നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും. ആൻഡ് പറ്റുമെങ്കിൽ 20 RCയും ചെയ്തു തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അക്കോർഡിംഗ് ടു ദി ലെങ്ത് ഓഫ് ദി ഒരു എക്സാമിനേഷൻ പീരീഡ് വരെയുള്ള സമയം ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ 10 RC ഈസ് ഷുവർ. ആൻഡ് 10 RC നമ്മൾ ബോണസ് വെക്കുകയാണ്. സോ ഒരിക്കലും RCയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. ആദ്യത്തെ RC കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും, എനിക്കറിയാം. കുറച്ച് ഡിഫിക്കൽറ്റി തോന്നും. ഒന്ന് മനസ്സിലാക്കി എടുക്കാനും ഒന്ന് എഴുതാനും ഡിഫിക്കൽറ്റി കാണും. പക്ഷേ അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയുടെ വേറൊരു ഫീച്ചർ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ഫങ്ഷണൽ ആണെന്ന് പറയുന്നുണ്ട്. അതായത് അതിനെപ്പോഴും ഒരു കാരണം കാണും. ഇപ്പം നമ്മൾ പറഞ്ഞാലോ അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്താലോ മന്ത്രം ഉച്ചരിച്ചാലോ അല്ലെങ്കിൽ പെർഫോം ചെയ്താലോ ഏതെങ്കിലും ഒരു ഒക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതിനെ പെർഫോം ചെയ്താലോ അതിന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പാടിയാലോ ഒക്കെ അതെപ്പോഴും ഒരു ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. അതൊരു ഫങ്ഷൻ കാണും, ഒരു ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. ചിലപ്പം അത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പം നമ്മുടെ വയലേലകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന നടക്കുന്നുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ട് ഗ്രൈൻഡിങ് കോണോ എപ്പോഴും ഫങ്ഷണലായിരിക്കും. അതും എടുത്ത് പറയുന്നുണ്ട്, ഫങ്ഷണൽ ആണെന്നും പറയുന്നുണ്ട്. അമേരിക്കൻ ഇന്ത്യൻ പോയട്രിയുടെ കാര്യങ്ങളപ്പം നമ്മൾ കണ്ടു. ജസ്റ്റ് നോട്ട് ചെയ്ത് നിങ്ങളുടെ പേപ്പറിൻ്റെ സൈഡിൽ ജോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്നിട്ട് എഴുതാനുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഫുള്ളി വോവൺ ഇൻ ടു ദി ഫാബ്രിക് ഓഫ് ഓർഡിനറി ലൈഫ്. സാധാരണക്കാരൻ്റെ ജീവിതമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. ഫോർ കോംപ്ലിക്കേറ്റഡ് റീസൺസ് അമേരിക്കൻ ഇന്ത്യൻ പോയട്രി ഹാസ് ബേസിക്കലി ബീൻ ഇഗ്നോർഡ് ബൈ നോൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ അല്ലാത്ത എല്ലാവരും ഇതിനെ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. അതിൽ പല കാരണങ്ങളുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. കെനത്ത് ലിങ്കൻ, എഗൈൻ നമ്മുടെ അടുത്ത കീ ടേം വന്നിട്ടുണ്ട്, റൈറ്റ്സ് ദാറ്റ് ഫെയിലുവർ ടു ഹിയർ അമേരിക്കൻ ഇന്ത്യൻ വോയിസസ് റിസൾട്ട് പാർട്ട്ലി ഫ്രം ദി ട്രാജഡീസ് ഓഫ് ട്രൈബൽ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യാണ് എന്തൊക്കെയാണ് ഇത്ര റിച്ച് ആയിട്ടുള്ള ഇത്ര എത്നോസെൻട്രിക് ആയിട്ടുള്ള ഈ പാട്ടുകളെ ആൾക്കാർ വിസ്മരിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം ലൊക്കേറ്റ് ചെയ്യുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ട്രൈബൽ ഡിസ്ലൊക്കേഷൻ. നിങ്ങൾക്കറിയാം, അവർ ഒരിടത്ത് താമസിക്കുന്ന ആൾക്കാരല്ല, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ആ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ലൊക്കേഷൻ, ഒരിടത്ത് നിന്ന് തന്നെ അവർ അത് ചെയ്തില്ല, അവരിങ്ങനെ സ്കാറ്റേർഡ് ആയി പോയതുകൊണ്ട് അവരുടെ ആർട്ട് ഫോമുകളും സ്കാറ്ററായി പോയി. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കീവേഡ്സ് ഒന്നിലൊരാളെയോ ചിലപ്പോൾ ഒരു വേർഡോ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് തരും. അത് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു RCയിലെ മിടുക്ക് എന്ന് പറയുന്നത്. സോ ട്രൈബൽ ഡിസ്ലൊക്കേഷൻ കാരണം സംഭവിക്കാം, അല്ലെങ്കിൽ മിസ്ട്രാൻസ്ലേഷൻ. എന്തോ അവരെഴുതിയിരിക്കുന്നത് അവരുടെ എത്നിക് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭംഗിയെ പോകും. പല പോയംസും ഇല്ലേ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയെ പോകുന്നത്. സോ മിസ്ട്രാൻസ്ലേഷൻ കൊണ്ട് സംഭവിക്കാം. മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ലിറ്ററേച്ചർ അതുകൊണ്ട് സംഭവിക്കാം. പിന്നെ കൾച്ചറൽ ഡിഫറൻസ്, ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലോട്ട് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം പലപ്പോഴും അതിൻ്റെ ഇക്വലൻ്റ് കാണത്തില്ല. ഇപ്പം നിങ്ങൾ ബ്രോഡ്ലി നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മാത്രമേ കാണൂ, അത് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് ആ വാക്ക് കാണത്തില്ല. ഇപ്പം ചിരവ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംഭവമാണ്, അതിന് നമ്മളിനി ഏതൊക്കെ വേർഡ്സ് ഉപയോഗിച്ചാലും ഇംഗ്ലീഷിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ആ ഒരു കൾച്ചറൽ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ആ ഒരു മഹത്തായ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇതും ഒരു ആൻസറാണ്, നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. ദെൻ നമ്മൾ പിന്നീട് ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാ, റിട്ടൺ വേർഡിനെയാണ് അവർക്ക് ഇഷ്ടം, അതുകൊണ്ട് അവരിതിനെ ഓവർ ചെയ്തു. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാസേജ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വാട്ട് ആർ ദി ഫോംസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ ഇന്ത്യൻ മിംഗിൾഡ് കൾച്ചർ? പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? പലതരത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ യു ക്യാൻ റൈറ്റ് അക്കോർഡിംഗ് ടു ദി പാസേജ് അമേരിക്കൻ ഇന്ത്യൻ കൾച്ചേഴ്സ് ഹാവ് പ്രൊഡ്യൂസ്ഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. ഫസ്റ്റ് പാസേജിൽ നിന്ന് വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. നോക്കിയേ, ക്രാഫ്റ്റ് ഉണ്ട്, ഡ്രാമാസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ഓറൽ എപ്പിക്സ് ഉണ്ട്. നമ്മൾ പലയിടത്തുനിന്ന് നമുക്ക് കിട്ടി. എപ്പിക്സ് ഉണ്ട് എന്നൊക്കെ അവർ ആദ്യമേ പറയുന്നുണ്ട്. ഡ്രാമ യൂറോപ്പുകാർ വരുന്നതിന് മുമ്പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ക്രാഫ്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ക്രാഫ്റ്റ് മാത്രമാണ് നമ്മൾ പിന്നെ അഡീഷണലി എടുത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം എപ്പിക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. യൂറോപ്യൻസ് വരുന്നതിന് മുമ്പേ തന്നെ ഡ്രാമ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ സോങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
ഇതിലൊരു ഡൗട്ടും വേണ്ട. സോ ബേസിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അമേരിക്കൻ ഇന്ത്യൻ മിങ്കിൾഡ് ആയിട്ടുള്ള കൾച്ചറുകാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എഴുതാം എപ്പിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഡ്രാമ ഉണ്ടെന്ന് പറഞ്ഞു, സോങ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ക്രാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അക്കോർഡിംഗ് ടു ദി പാസേജ് അമേരിക്കൻ ഇന്ത്യൻ കൾച്ചേഴ്സ് ഹാവ് പ്രൊഡ്യൂസ്ഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ക്രാഫ്റ്റുകളുണ്ട്, ഡ്രാമാസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ഓറൽ എപ്പിക്സ് ഉണ്ട്. ഓറൽ എപ്പിക്സ് ഉണ്ട്, പറഞ്ഞ് വാമൊഴിയായിട്ട് പറയുന്നതുണ്ട്. ദെൻ ഇതിപ്പോൾ ഒരു ലൈനേ ആയുള്ളൂ. ഇതാണ് അതിൻ്റെ ആ ഒരു അവർ നോക്കുന്ന ആൻസർ. ഇനി നിങ്ങൾക്ക് അഡീഷണൽ രണ്ട് സെന്റൻസ് കൂടെ എഴുതാം. 3 സെന്റൻസ് വരെ എഴുതാമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. യു ക്യാൻ റൈറ്റ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പിന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസും ഉണ്ട്. ഇത് രണ്ടും എഴുതിയാൽ മതി. ഒരു സെന്റൻസിൽ യു ക്യാൻ റൈറ്റ് ഫങ്ഷണൽ ആയിട്ടുള്ളതുണ്ട്, അത് അവിടെ നിന്ന് എടുത്ത് എഴുതാം. അതുപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ളതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഗ്രൈൻഡിങ് കോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആർട്ടിസ്റ്റിക് ഇത് നടത്തിയിട്ടുണ്ടെന്ന് എഴുതാം. 2 പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാം. ഇത്ര എഴുതുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആ ഒരു 2 മാർക്കിൽ 1 മാർക്കും പുറത്തു പോകാതെ വീഴും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് പോട്ടെ. ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എന്നറിയാം 2 സൈഡിലും, പക്ഷേ പേടിക്കണ്ട, നമ്മളിത് ചെയ്ത് നമ്മൾ ആ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുക തന്നെ ചെയ്യും. അക്കോർഡിംഗ് ടു റാംസെ, വാട്ട് മേക്സ് അമേരിക്കൻ ഇന്ത്യൻ പോയട്രി സോ സ്പെഷ്യൽ? ബാക്കി എല്ലാ കാര്യത്തിൽ നിന്നും മാറി എന്താണ് അമേരിക്കൻ ഇന്ത്യൻ പോയട്രി ഇത്ര സ്പെഷ്യൽ ആക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുവാ സ്പെഷ്യൽ ആക്കുന്നത്? പെർഫോമൻസ് ആസ്പെക്ട്. നമ്മൾ പറഞ്ഞു പെർഫോമൻസ് ആസ്പെക്ട് ആണ്. അതിന് മുമ്പേ തന്നെ പറയുന്നുണ്ട്, സേക്രഡ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ തിരിച്ച് റീവിസിറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. സേക്രഡ് ആണ് എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കാര്യംസ് പറയുന്നുണ്ട്, പിന്നെ ഓറലായിട്ടാണ് ഇത് പാസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിനെ ഏറ്റവും മികച്ചതാക്കുന്നത് ആ ഒരു പെർഫോമൻസ് ആസ്പെക്റ്റാണ്. അപ്പോൾ അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ. അമേരിക്കൻ ഇന്ത്യൻ പോയട്രി ഈസ് ആൻ ആർട്ട് ഫോം ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് അഡാപ്റ്റബിലിറ്റി ടു പബ്ലിക് പെർഫോമൻസ്. പബ്ലിക് പെർഫോമൻസിന് വേണ്ടി നമുക്കിതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പബ്ലിക് പെർഫോമൻസിന് വേണ്ടി നമുക്കിതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ലൈൻ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ പെർഫോമൻസിനെ പറ്റി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള സേക്രഡ് ആണ്, ഓറലായിട്ടാണ് പറയുന്നത്, മിസ്റ്റിക് ആണ്, ക്രിപ്റ്റിക് ആണ്, ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം, ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 3 ലൈനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മൂവിങ് ഓൺ. അക്കോർഡിംഗ് ടു കെനത്ത് ലിങ്കൺ, വൈ അമേരിക്കൻ ഇന്ത്യൻ പോയംസ് ആർ നോട്ട് ഗെയിനിങ് മച്ച് അറ്റൻഷൻ? എന്തുകൊണ്ടാണ് വലിയ അറ്റൻഷൻ നേടാത്തത്? അദ്ദേഹം പറയുന്നത് പ്രകാരം എന്താണ് അറ്റൻഷൻ നേടാത്തത് എന്ന് പറയുന്നത്? കാര്യം എന്താ? ബേസിക്കലി പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ എഴുതിയതേ ഉള്ളൂ. ഇത് ഒരു തവണത്തെ ക്യാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒബ്ജക്റ്റീവ് ആക്കി മാറ്റിയേക്കാണ്. പാസേജിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതിയേക്കുന്ന ഇത്. ഓക്കെ, ഇത് അസച്ച് നിങ്ങൾ എഴുതരുത്, കൺവേർട്ട് ചെയ്ത് വേണം എഴുതാൻ. ഫ്രം ദി ട്രാജഡീസ് ഓഫ് ട്രൈബൽ ഡിസ്ലൊക്കേഷൻ കാരണം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ മിസ്ട്രാൻസ്ലേഷൻ, നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസ് പ്രശ്നമുണ്ട്. ദെൻ ലിറ്ററേച്ചറിനെ പറ്റിയുള്ള മിസ്കൺസെപ്ഷൻസ് ഒക്കെ കാരണം. പിന്നെ യൂറോപ്യൻസിൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യുന്നതിനാണ്, റൈറ്റ് ആൻഡ് റീഡ് ചെയ്യുന്നതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ടൊക്കെയാണ് എന്ത് സംഭവിച്ചു പോയത്? അമേരിക്കൻ ഇന്ത്യൻ പോയംസ് വലിയ അറ്റൻഷൻ നേടാത്തത്. ഇതിനെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് വേണം എഴുതാൻ. നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് യൂട്ടിലൈസ് ചെയ്യാം. ലൈക്ക് കെനത്ത് ലിങ്കൺ സെഡ് ദാറ്റ് ഡ്യൂ ടു ട്രൈബൽ ഡിസ്ലൊക്കേഷൻ, അങ്ങനെ അങ്ങ് മാറ്റി എഴുതിയാൽ മതി. കെനത്ത് ലിങ്കൺ ടോൾഡ് ദാറ്റ്, അല്ലെങ്കിൽ ഹീ സജസ്റ്റഡ് ദാറ്റ്, അല്ലെങ്കിൽ ഹീ പോയിന്റഡ് ഔട്ട് ദാറ്റ്, അതായിരിക്കും നല്ലത്. ഡ്യൂ ടു ട്രൈബൽ ഡിസ്ലൊക്കേഷൻ, ദീസ് ആർ ദ റീസൺസ് വൈ അമേരിക്കൻ പോയംസ് ആർ നോട്ട് ഗെയിനിങ് മച്ച് അറ്റൻഷൻ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിൽ ഈ 3 സെന്റൻസ് നിർബന്ധമില്ല, നിങ്ങൾ 2 സെന്റൻസ് എഴുതിയാലും മതി. അപ്പോൾ വേർഡ് കൗണ്ട് ഒക്കെ നോക്കിയിട്ടൊന്ന് എഴുതിയാൽ മാത്രം മതിയാവും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് RC സ്കോർ ചെയ്യാം. വാട്ട് ഈസ് ബ്രയൻ സ്വാൻസ് ബിലീഫ് അബൌട്ട് ദ യൂറോപ്യൻ സെറ്റിലേഴ്സ് ഓഫ് അമേരിക്ക? അമേരിക്കയിലെ യൂറോപ്യൻ സെറ്റിലേഴ്സിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിചാരം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവർ കൂടുതലും അവർ കുറച്ചുകൂടെ, ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അവർ കുറച്ചുകൂടെ ഓറൽ ആൻഡ് റിട്ടൺ, ഓറലിനെ പ്രോത്സാഹിപ്പിക്കാതെ റിട്ടൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പ്രോത്സാഹിപ്പിച്ചവരാണ്. സോ അവരെ സംബന്ധിച്ച് ഒരിക്കലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല, ഡ്യൂ ടു വേരിയസ് റീസൺസ്, നമ്മളെ പാസേജിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്, അവർ പ്രിഫർ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്.
അതിനെ അങ്ങ് എഴുതിയാൽ മതി. ദേ പ്രോബബ്ലി ഡിഡ് നോട്ട് റെക്കഗ്നൈസ് എവിഡൻസ് ഓഫ് ആൻ ഓറൽ പോയറ്റിക് ട്രഡീഷൻ ഇൻ ദി അമേരിക്കൻ ഇന്ത്യൻ കൾച്ചേഴ്സ് ദേ എൻകൗണ്ടർ. അവർ കണ്ടിട്ടുള്ള അമേരിക്കൻ ഇന്ത്യൻ കൾച്ചേഴ്സിൽ എന്തില്ല, അവർ റെക്കഗ്നൈസ് ചെയ്തില്ല. ഒരു ഓറൽ പോയറ്റിക് ട്രഡീഷനെ അവർ എന്ത് ചെയ്തില്ല, റെക്കഗ്നൈസ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒരു ഓറൽ പോയറ്റിക് ട്രഡീഷനെ അവർ എന്ത് ചെയ്തില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാം. അവർക്ക് കുറച്ചുകൂടി ഈ പറയുന്ന കണക്ക് റിട്ടേൺ ടൈപ്പ് ആണ് അവർ പ്രിഫർ ചെയ്തത്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരു ഓറലി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എഴുതിയാൽ മതി. സോ നമുക്ക് ആ ഒരു മാർക്ക് അവിടെയും സ്കോർ ചെയ്യാം. മൂവിങ് ഓൺ. ഇനി ചിലപ്പോൾ ചോദിക്കുന്ന ചില പാസേജ്, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് വരുമല്ലോ ഒരു പാസേജിൽ നിന്ന് തന്നെ. 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അത് നിസ്സാരമല്ല. 10 ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ഓവറോൾ ഐഡിയ ഓഫ് ദി പാസേജ് എന്താണെന്ന് ചോദിക്കും. അപ്പം അതൊക്കെ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. എങ്ങനെ ചുരുക്കണം, കാര്യം 3 സെൻറ്റൻസിലാക്കി ചുരുക്കണം. പ്രിസിയെക്കാട്ടി പാടാണ്. അതിൻ്റെ ആ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യരുത്. ഓക്കെ, അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. നിങ്ങളോടൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ, ഈ ജൂൺ 27-ാം തീയതി പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവിന് മാത്രമായിട്ട് എൻട്രിയിൽ ഒരു ക്ലാസ് തുടങ്ങുമോ, ഞങ്ങൾക്ക് ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ഞങ്ങൾക്ക് ഒരു ക്ലാസ് തുടങ്ങുമോ എന്നൊക്കെ. സോ ആസ് ഓഫ് നൗ നമുക്കിപ്പം കുറേ ക്ലാസ്സുകളുണ്ട്. RC ഇതുപോലെ essay നമ്മൾ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഗോയിങ് ആണ്. പ്രിസി തന്നെ ഏതാണ്ട് 10+ അല്ലെങ്കിൽ ഒരു 15 അടുപ്പിച്ച് ക്ലാസ്സുകൾ ആവുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ വി ആർ വെരി ഡിലൈറ്റഡ് ടു ഷെയർ ദാറ്റ്. എന്താ, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മാത്രമായിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ജൂൺ 27-ന് ആണ് ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 170 മാർക്കാണ് നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനുള്ളത്. അതിൽ 110 മാർക്ക് ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോഴേ നമുക്ക് തോന്നിയൊരു കാര്യം, അതിൽ ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മാത്രം കൊടുത്താൽ പോരാ, പകരം ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് കൂടി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു പ്യുവർലി ഇംഗ്ലീഷ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. പ്ലസ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒബ്ജക്റ്റീവിൻ്റെ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഡിസ്ക്രിപ്റ്റീവ് പറയണ്ടല്ലോ, ദിസ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് പാക്കേജ്. പ്രിസി, essay ആൻഡ് RC ഉള്ള എക്സ്ക്ലൂസീവ് പാക്കേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വരെ സപ്പോർട്ടായിട്ട് 3 മെൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ രഞ്ജിത്ത് സാറിൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പിലായിരിക്കും ഈ ബാച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഭാഗമാവാനും കൂടുതൽ RCസും മോഡൽ ആക്ടിവിറ്റീസും ഒക്കെ കിട്ടാനും വേണ്ടി നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമാവാം. നമ്മുടെ ചാനലിൽ തന്നെ, അതായത് ഈ വീഡിയോയുടെ തന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നന്നായിട്ട് RC പ്രിപ്പയർ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കുറച്ച് എഫേർട്ട് എടുക്കും. എങ്കിൽ പോലും അങ്ങോട്ട് പോകും തോറും നമ്മൾ ഈ എടുക്കുന്ന സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഒക്കെ നമുക്കൊരു RC ചെയ്തെടുക്കാൻ പറ്റും. കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.